ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന് വിടചൊല്ലി തലസ്ഥാന നഗരി. ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്ര ദേശീയപാതയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ജനസാഗരമാണ് വഴിയരികിൽ കാത്തുനിൽക്കുന്നത്. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിന്നും ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച വിലാപയാത്ര 6 മണിക്കൂർ പിന്നിടുമ്പോൾ തിരുവനന്തപുരം ജില്ല പിന്നിട്ടിട്ടില്ല. നഗരഹൃദയങ്ങളിൽ വൻ ജനാവലി പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ കാത്തുനിന്നു. ജില്ലയിൽ 27 ഇടങ്ങളിലാണ് പൊതുദർശനത്തിന് അവസരമൊരുക്കിയിട്ടുള്ളത്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ വിവിധയിടങ്ങളിലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. വിലാപയാത്ര രാത്രിയോടെ ആലപ്പുഴയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിലാപയാത്ര കടന്നുപോകുന്ന വഴികളുടെ വശങ്ങളിൽ പാർക്കിംഗ് അനുവദിക്കില്ലെന്നും ഗതാഗത തിരക്കുണ്ടായാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിശ്രമമില്ലാത്ത പോരാട്ട ജീവിതത്തിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് സമാനതകളില്ലാത്ത അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് VS യാത്രയാകുന്നത്. കേരളം കണ്ട ജനകീയ മുഖ്യമന്ത്രിമാരിൽ ഒരാളായ VS അച്യുതാനന്ദന്റെ സംസ്കാരം നാളെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടക്കും. വൈകിട്ട് 4 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. നാളെ രാവിലെ ആലപ്പുഴ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് ടൌൺ ഹാളിലും ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ മൈതാനത്തും പൊതുദർശനം ഉണ്ടാകും. VSനോടുള്ള ആദരസൂചകമായി ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരള സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. PSCയും നാളത്തെ പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട്. അഭിമുഖങ്ങൾക്ക് മാറ്റമില്ല. പുതുക്കിയ പരീക്ഷാ തീയതികൾ പിന്നീട് അറിയിക്കും. നാളെ ആലപ്പുഴ ജില്ലയിൽ സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ KSEB ഓഫീസുകൾക്കും അവധിയായിരിക്കും. വൈദ്യുതി തടസ്സം ഒഴിവാക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തേണ്ടതാണ്. അന്നേ ദിവസം ക്യാഷ് കൌണ്ടറുകൾ പ്രവർത്തിക്കുന്നതല്ല. എന്നാൽ ഓൺലൈൻ മാർഗങ്ങളിലൂടെ പണമടയ്ക്കാവുന്നതാണ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ നഗരത്തിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പഴയ നടക്കാവ് റോഡിലെ ഗതാഗതം ഇന്ന് രാത്രി 11 മുതൽ നാളെ രാവിലെ 11 വരെ പൂർണ്ണമായും നിരോധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽഡിവീസ് സന്ദർശനത്തിന് നാളെ തുടക്കം. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. 2 ദിവസത്തെ UK പര്യടനം പൂർത്തിയാക്കി ഈ മാസം 25-നാണ് ശ്രീ മോദി മാൽഡിവീസിലെത്തുക. മാൽഡിവീസ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇരുസഭകളിലും പ്രതിഷേധിച്ചു. നടപടികൾ 2 തവണ നിർത്തിവെച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്ത ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധവിമാനം F-35B അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ബ്രിട്ടനിലേക്ക് മടങ്ങി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക സംസ്ഥാനത്ത് നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 30-നാണ് പ്രസിദ്ധീകരിക്കുക. ഓഗസ്റ്റ് 7 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട്. കർക്കിടകവാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. മറ്റന്നാൾ പുലർച്ചെ 2:30 മുതൽ പിറ്റേന്ന് പുലർച്ചെ 12:42 വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ. തിരുവല്ലം, വർക്കല, തിരുമുല്ലവാരം, ചേലാമറ്റം, കാലടി, ആലുവ, മണപ്പുറം തുടങ്ങി പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ തയ്യാറെടുപ്പുകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. 8 ജില്ലകളിൽ നാളെയും മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വെള്ളിയാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. BJP സംസ്ഥാന ശില്പശാല നാളെ രാവിലെ മുതൽ കോട്ടയത്ത് നടക്കും. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനാണ് യോഗം. നാഗമ്പടത്തെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരുന്ന ശില്പശാല സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ അപേക്ഷയ്ക്കുള്ള സമയപരിധി അടുത്ത മാസം 15 വരെ നീട്ടി. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാസംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ വിഭാഗങ്ങളിൽ 5-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ ആരംഭിക്കും. ഓൾഡ് ട്രഫോർഡിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30-നാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിലവിൽ ഇംഗ്ലണ്ട് 2-1 മുൻപിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.